എടാ ജാബ്രെ, ആ നിന്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കല്യാണമല്ലടാ, നീ പോകുന്നില്ലേ? നിന്റെ കുടുംബങ്ങളും പെങ്ങന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ, നീ പോണില്ലേ? ഇല്ലടാ, അതെന്തേടാ? ഞാന് അത് ശരിയാവില്ലടാ. അവർക്ക് ഞാൻ ചെല്ലണത് ഒരു കുറച്ചിൽ മാതിരിയാ. ഞാൻ ടാപ്പിങ് ജോലിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒട്ടുകാലിൻ്റെ ഒക്കെ വാസന ഉണ്ടാവും. ആ വാസനയൊക്കെ പിന്നെ എനിക്ക് ജോലി ലീവാക്കിയിട്ട് പോകാനാണെങ്കിലോ അതിനും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം ലീവാക്കിയ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയില്ല. ജ്യേഷ്ഠൻ്റെ വീട്ടിലൊക്കെ തന്നെ കല്യാണം. പക്ഷേ അവന് ഞാൻ ഈ എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ എനിക്ക് പുതിയ ഡ്രസ്സ് എടുക്കാനും അതിനൊന്നും എൻ്റെ അടുത്ത് കാശുണ്ടാവാറില്ല, പൈസ ഉണ്ടാവില്ല. പക്ഷെ അവൻ്റെ വീട്ടിൽ VIP അവന് കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ അവൻ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ മടിയാടാ. അവൻ എന്നോട് കല്യാണം വന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് അങ്ങനെ, അവൻ്റെ മകൻ്റെ കല്യാണമാണ്, നീ മുഷിഞ്ഞ വേഷത്തിലൊന്നും വരരുത്, ഒരുപാട് ആളുകൾ വരുന്നതാണ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുവോണ്ടി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അവനെ അറിയാടാ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ പോണ്ടെന്ന് വെച്ചടാ. ഞാനിങ്ങനെ ഈ വേഷത്തിലൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചടാ ഡ്രസ്സ് എടുക്കാൻ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ കല്യാണമല്ലേ എന്നൊക്കെ കരുതി ഒരുപാട് ശ്രമിച്ചു ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം വരും, മക്കൾക്ക് എന്തെങ്കിലും. ഇപ്പം ഇന്നലെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഒരുക്കൂട്ടി വെച്ചതാ. അപ്പോഴേക്കും മകന് പനി, അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എങ്ങനെയാടാ എനിക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ എന്താ കിട്ടാന്ന് എനിക്കറിയില്ലേ. വേണ്ടടാ, നമ്മൾ ചെല്ലാൻ പറ്റാത്തവർക്ക് നമ്മൾ ചെല്ലണ്ടെന്ന് വെച്ചാൽ പോരെ. നമുക്കതിനുള്ള യോഗ്യതയുള്ളൂ എന്ന് കരുതിയാൽ പോരെ. അങ്ങോട്ടൊന്നും ചെല്ലാനുള്ള അവസ്ഥയിലല്ല നമ്മളെന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കിയാൽ പോരെ.